എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമായിട്ടാണ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് സുഖിയനാണ്. സാധാരണ നമ്മൾ ചെറുപയർ വെച്ചിട്ടല്ലേ സുഖിയൻ ഉണ്ടാക്കുന്നത്. ഇത്തവണ നമ്മൾ പഴവും ബ്രെഡും വെച്ചിട്ടാണ് സുഖിയൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സുഖിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ പഴവും ബ്രെഡും വെച്ചിട്ടുള്ള സുഖിയൻ ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ പുഴുങ്ങിയ പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു പഴം നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചിരണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അതും അല്ലെങ്കിൽ ഈ തേങ്ങ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട്, അതായത് ജസ്റ്റ് ഒന്ന് നെയ്യിൽ വറുത്തെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യിലൊന്നും വറുത്തെടുത്തിട്ടില്ല, സാധാരണ ചിരണ്ടിയ തേങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര വേണം. പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴത്തിന് അത്ര മധുരം ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാരയുടെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പഴവും തേങ്ങയും പഞ്ചസാരയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബ്രെഡ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബ്രെഡിൻ്റെ അരികുകളൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 സാധാരണ ബ്രെഡ്, അതിൻ്റെ അരികുകളൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിതിലേക്കിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം ഞാൻ ബ്രെഡും പഴവും തേങ്ങയൊക്കെ കൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കുക. നമ്മൾ ഉണ്ടയൊക്കെ ഉരുട്ടുന്ന പോലെ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കുക. ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. പഴവും ബ്രെഡും കൂടി ചേർന്നതുകൊണ്ട് തന്നെ ഇത് കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ഞാൻ ഈ പറഞ്ഞ അളവിൽ നമുക്ക് ഏതാണ്ട് ഒരു 7 ഉണ്ട ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാനിപ്പോൾ 7 സുഖിയനുള്ള അളവാണ് പറയുന്നത്. ഇനി നമുക്ക് സുഖിയൻ ഉണ്ടാക്കാനുള്ള ഒരു മാവ് തയ്യാറാക്കണം. അപ്പോൾ നമ്മുടെ മാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് അരിപ്പൊടി വേണം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ പണ്ടൊക്കെ സുഖിയൻ ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലവർ ഉപയോഗിക്കാറില്ല, അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്കിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒരു ലൂസ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കിത് കുഴച്ചെടുക്കാം. തീരെ ലൂസായി പോകരുത്, ഏതാണ്ട് ഒരു സെമി തിക്കായിട്ടുള്ളൊരു പരുവത്തിൽ വേണം നമുക്ക് ഈ മാവ് കിട്ടാനായിട്ട്. അപ്പോൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പഴം സുഖിയൻ ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. തീരെ കട്ടി കുറഞ്ഞിട്ടല്ല, എന്നാൽ അത്യാവശ്യം കട്ടിയുണ്ടതാനും. ഇനി നമുക്ക് നമ്മുടെ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോ ബോളുകൾ നമ്മുടെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതുപോലുള്ള വിഭവങ്ങളൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിവിടെ സുഖിയൻ്റെ ഓരോ ഉണ്ടകൾ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരെ വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അടുത്ത സൈഡും കൂടി മുരിയാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ ആവട്ടോ, ഒരു 2 മിനിറ്റ് കൊണ്ട് ഇനി ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ പഴം വെച്ചിട്ടുള്ള സുഖിയൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ, അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അധികം എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് ഈ സുഖിയൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചൂടോടുകൂടിയും ചൂടാറി കഴിഞ്ഞും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. അപ്പോൾ പഴവും ബ്രെഡും വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വെറൈറ്റി 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.